ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ എപ്പോഴും ചപ്പാത്തിയുടെ കൂടെ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് റെഡിയാക്കുന്നത്. അധികം രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണിത്. എന്നാലും നല്ല ടേസ്റ്റിൽ ഈ ഒരു കറി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. ആദ്യം വേറെ കാര്യങ്ങളൊന്നും ചേർക്കാതെ ഗ്രീൻ പീസ് മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ഈ ഒരു ഗ്രീൻ പീസ് ശരിക്കും നമ്മളൊരു ഓവർനൈറ്റ് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിലൊക്കെ നമുക്ക് ചില സമയത്ത് കിട്ടുന്ന ഗ്രീൻ പീസ് നല്ല വേവ് ഉണ്ടാവലുണ്ട്, 3-4 വിസിലൊക്കെ വേണ്ടി വരലുണ്ട്. പക്ഷേ ഇത് നമുക്കൊരൊറ്റ വിസിലിൽ തന്നെ ഇവിടെ വെന്ത് കിട്ടലുണ്ട്. അത് കഴിഞ്ഞിട്ട് കുക്കർ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ പ്രഷറൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും ഒരു വിസിലിൽ തന്നെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. ശരിക്കും ഒരു നാടൻ ടേസ്റ്റിൽ ഗ്രീൻ പീസ് കറി ചെയ്യുകയാണെങ്കിൽ ജീരകത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാകത്തിനുള്ള കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. എരിവിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അധികം എരിവില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി, മുളക് പൊടിക്ക് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാല, ചിക്കൻ മസാല ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത്രയും പൊടികളെല്ലാം തന്നെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിൽ വരുന്ന 2 തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. അതുവരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യണം. തക്കാളിയുടെ ഒരു പച്ചച്ചൊവയൊക്കെ മാറിയിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിൽ വരുന്ന ഒരു കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിലൊക്കെ മുറിച്ചിടുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് പ്രഷർ കുക്കറിൽ ചെയ്യാനാണെങ്കിൽ എല്ലാം കൂടെ നമ്മൾ നേരത്തെ ആ ഒരു ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു കൂടുതൽ ഇഷ്ടം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു 1.5 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് കിഴങ്ങ് അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു 5 മിനിറ്റും കൂടി ഇനി വേവിക്കും എന്തായാലും ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് അതിലൂടെ വെന്ത് കിട്ടിക്കോളും എന്തായാലും. ഇങ്ങനെ നോക്കുക ഇത് കറക്റ്റ് വെന്തിട്ടുണ്ടോയെന്ന്, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടെ സമയം എടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ കിഴങ്ങ് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഗ്രീൻ പീസ് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അത്യാവശ്യം ഗ്രേവി വേണമല്ലോ കറിക്ക്, അപ്പോൾ അതിന് പാകമായിരിക്കും, വെള്ളം കൂടുമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് എന്തായാലും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കറി റെഡി ആയിട്ട് വരട്ടെ. പിന്നെ ഈ സമയത്ത് നോക്കുമ്പോൾ വെള്ളം കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം കുറച്ചുകൂടെ വേണ്ടി വരും. ഈ കറി ആയിക്കഴിഞ്ഞ് ഇരുന്ന് കുറച്ചും ഇരിക്കുമ്പോൾ ഒരിത്തിരി കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ ഉള്ളതിനൊക്കെ ഒരു ഇത്തിരി ലൂസിൽ വെള്ളം ഇരുന്നോട്ടെ. അപ്പോൾ എന്തായാലും ഒരു 4-5 മിനിറ്റ് കൂടെ അതിൽ തിളച്ച് കിടന്ന് ആ ഒരു ഗ്രീൻ പീസും എല്ലാം കൂടെ മിക്സായിട്ട് വരട്ടെ.
കറി തിളയ്ക്കുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ്. ഇനിയിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് വെച്ചിട്ട് മാത്രം ഈ ഒരു കറി വേണമെങ്കിലും ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഗ്രീൻ പീസ് കുതിർത്ത് വേവിക്കാൻ സമയമൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ പീസ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർക്കുമ്പോൾ. അപ്പോൾ അത് പാകത്തിന് തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് വറവിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഒരു 3-4 ചെറിയുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ബീഫ് മസാല ഇട്ടിട്ട് ഒന്നങ്ങ് വറുത്തൊഴിക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം ഒരു നാടൻ ടേസ്റ്റ് അല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു വറവിട്ട് ഒഴിക്കുന്ന ഒഴിവാക്കിയിട്ട് അതിന് പകരം ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് കൊടുക്കുക. ഒരിത്തിരി മല്ലിയിലയും കൂടി ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. കറി വറവിട്ട് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് പാകത്തിന് കുറുകി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള കറിയായിട്ട് കിട്ടിക്കോളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ഒരു ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല കറക്റ്റ് നാടൻ ടേസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ജീരകം അങ്ങ് ഒഴിവാക്കിയാൽ മതി. ബാക്കിയൊക്കെ നാടൻ രുചി കിട്ടും. ഇനി അതല്ല നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ജീരകവും ചേർക്കുക. പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കസൂരി മേത്തി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെ കിട്ടിക്കോളും. നല്ല ചൂടുള്ള ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പൂരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് ഈ ഗ്രീൻ പീസ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പുതുമയൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്